ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി തോന്നല്ലേ ഇങ്ങനെ ഒരു ഇൻട്രോ എല്ലാം എടുത്തിട്ട്. കുറേ വ്ളോഗ് തന്നെ ഇപ്പം കുറവല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കുമ്പോൾ എനിക്ക് പണ്ടെല്ലാം വീഡിയോ ചെയ്യുന്ന ആ ഒരു മൂഡ് വരുന്നുണ്ട്. അപ്പം ഞാനും യാമിക്കുട്ടിയും കൂടെ ഒരു 3 മണി ആവാറായി സമയം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. എന്തിനാന്ന് വെച്ചാൽ നിച്ചുട്ടി വരാനുള്ള സമയമായേ. എൻ്റെ അമ്പൂ, അതെന്താ അമ്മേ? അപ്പം നീച്ചുട്ടിനെ കൂട്ടാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പം വരും. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് കാണാം. പണ്ടെല്ലാം ജൂൺ മാസത്തിൽ സ്കൂളെല്ലാം വിട്ട് വരുമ്പോൾ നല്ല മഴയത്ത് കുതിർന്നിട്ടാണ് വരിക. ഇപ്പം നമുക്ക് സ്കൂളെല്ലാം വിട്ട് വരുന്ന സമയത്ത് എന്താ വെയിൽ, അതെന്നാ സംഭവം എന്തോ മഴക്ക് അറിഞ്ഞിട്ടില്ല തോന്നുന്നു ജൂണായത്. നമുക്കിപ്പോൾ ഭയങ്കര വെയിലാട്ടാ. കുറേ ദിവസമായിട്ട് മഴയേ ഇല്ല. ഇന്നലെ ഒരു ചെറിയ മഴ കിട്ടിയേ, പക്ഷെ ഇന്ന് ഫുള്ള് വെയിൽ തന്നെയാണ്. യാമിക്കുട്ടിക്ക് ഉണ്ടല്ലോ, ഇപ്പം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ചേച്ചിനെ ഓട്ടോയിൽ കയറ്റാനും അതുപോലെ തന്നെ തിരിച്ച് വരുമ്പോൾ ഇറക്കാൻ വേണ്ടിയിട്ടും സ്ഥിരം അവിടെ ഹാജരാവണം കേട്ടോ. അകത്ത് എവിടെ ഉണ്ടെങ്കിലും ഓട്ടോൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങ് ഓടി എത്തിക്കോളും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായിട്ടാ. ഒരു 3-4 ആഴ്ച മുന്നേ, കഴിഞ്ഞ മാസം എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഇപ്പോഴാണ് ഇടുന്നത്. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗ്യാപ്പായി എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയിപ്പോയത് എന്നെല്ലാം. ഇപ്പം ആണ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ വൈകുന്നേരം 3 മണിയൊക്കെ ആകുമ്പോഴേക്കും മോൾ സ്കൂളിൽ നിന്ന് എത്തും കേട്ടോ. ഈ ഓട്ടോ ചേട്ടന് വേറൊരു ട്രിപ്പും കൂടി ഉള്ളതുകൊണ്ട് ഈ KG കുട്ടികളെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 3 മണിയാകുമ്പോഴേക്കും എത്തലുണ്ട്. നിച്ചുട്ടിക്കും അതുപോലെ തന്നെയാണ്. കൊണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ കൂട്ടാൻ ഇറക്കുമ്പോഴും യാമിക്കുട്ടി ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. യാമീനെ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പോവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കലാണ്. വന്ന ഉടനെ ബാത്റൂമിലൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ബാക്കി കളിയൊക്കെ തുടങ്ങുന്നത്. ഞാൻ കാര്യമായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഡിറ്റേഷൻ വേർഡ്സ് പഠിച്ചു കൊണ്ടുപോകാനുണ്ടാവേ, അത് കിട്ടിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന് 3 വേർഡ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് മോക്ക് പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിനെ. അതുകൊണ്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതിൽ ഇത്രയെല്ലാം സന്തോഷിക്കാനുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നു കുഞ്ഞു മക്കളുടെ അമ്മമാർക്ക് മനസ്സിലാവും, നമ്മൾ പഠിപ്പിച്ചിട്ട് അവർ കറക്റ്റായിട്ട് എഴുതിയിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷം. അപ്പോൾ 3 വേർഡ്സ് മോൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു സന്തോഷമാണ് ഞാൻ അവിടെ പ്രകടിപ്പിച്ചത്. അപ്പോൾ യാമിക്കുട്ടീൻ്റെ പണി കണ്ടോ, ബാക്കുന്ന ചേച്ചിയുടെ ബുക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എല്ലാം വന്ന ഉടനെ ഞാൻ ചെക്ക് ചെയ്യുന്ന പോലെ യാമിക്കുട്ടിക്കും എല്ലാം നോക്കി ചെക്ക് ചെയ്യണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. എനിക്ക് അമ്മേൻ്റെ നോക്കിയതാ ഫുൾ മാർക്കാണേ. സത്യമായിട്ട് ഞാൻ ഇനി വിചാരിച്ചിട്ടാട്ടെ നിച്ചുട്ടിക്ക് ഹാൻഡും മൗത്തും കിട്ടുമെന്ന്. അടിപൊളിയിട്ടാണോ? ഓക്കെ, അമ്മനെ നോക്ക്. സൂപ്പർ. ഇഷ്ടായിനെ സ്കൂളിൽ പോയിട്ട്? എന്തിന്റെ വിശേഷം? ഇഷ്ടാണെന്ന് പറഞ്ഞാ? ഇഷ്ടാന്നല്ലേ എന്റെ മോക്ക് ഇപ്പൊ സ്കൂളിൽ പോവാൻ? ഓട്ടോയിൽ കറങ്ങിട്ട് പോവാനാണ് കള്ളിപ്പെണ്ണിന് ഇഷ്ടം. മോള് ഡ്രസ്സൊക്കെ മാറ്റി വന്ന ഉടനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കാറുണ്ട്. മിക്കവാറും ബേക്കറി ഐറ്റംസും അങ്ങനത്തെ എല്ലാം ഒഴിവാക്കലാണ്. തീരെ കൊടുക്കാറില്ല എന്നല്ല, അത് ചായ ടൈമിനൊക്കെ ജസ്റ്റ് നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെയാണ് കൊടുക്കൽ. അപ്പോൾ ഞാനിന്ന് അമൃതം പൊടി വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കുകയാണ്. അത് ഇവർക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള അമൃതം പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് കുറച്ച് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ലോണം ടൈറ്റാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അത്രയേ ആവശ്യമുള്ളൂ. അമൃതം പൊടിയിൽ ഓൾറെഡി നല്ല മധുരം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിള്ളേർക്ക് അത്ര നല്ലതും അല്ലല്ലോ മധുരം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയാവും. നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് നല്ലോണം ഇഷ്ടമാവും എന്തായാലും. നമ്മളെ വീഡിയോ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടാവും. നിച്ചുട്ടി കുഞ്ഞുവാവ ഉണ്ടാവുമ്പം കുറേ പാട്ടുകളൊക്കെ പാടാറുണ്ടായിരുന്നേ. ഞാൻ പാടുന്ന സമയത്ത് അത് ഏറ്റുപാടുന്ന കുറേ നമ്മൾ റീൽസും ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നിച്ചുവിന് ഭയങ്കര മടിയാണ് കേട്ടോ പാടാൻ വേണ്ടിയിട്ട്. ക്യാമറയൊക്കെ ഓണാക്കിയാൽ പിന്നെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് വെറുതെ ഒന്ന് പാടി നോക്കിയതാണേ. അപ്പോൾ നമ്മൾ ടൈറ്റായ സാധനം പെട്ടെന്ന് തന്നെ ഒരു നെയ്യ് തടവി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പേടയൊക്കെ പോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ല ഇഷ്ടമാവുമേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഹെൽത്തിയാണ്.
അമൃതം പൊടി മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് പാലും കുറച്ച് നെയ്യും ഉണ്ടെങ്കിൽ സംഭവം സെറ്റ്. അപ്പോൾ അത് 2 പാത്രത്തിലാക്കിയിട്ട് 2 ആൾക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. യാമിക്കുട്ടീൻ്റെ ഈ ഹൈ ചെയർ തന്നെ ഇരുന്നിട്ടാണ് മാക്സിമം ഫുഡ് കൊടുക്കാറ്. ഇപ്പോൾ പിന്നെ നടക്കാനൊക്കെ തുടങ്ങിയത് കൊണ്ട് കുറച്ച് മടിയാണ് അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് ഇരുന്നോളൂ. അത് നമുക്കും ഭയങ്കര കംഫർട്ടാണ്. എടുത്ത് നടന്നിട്ടോ അല്ലെങ്കിൽ ബാക്കിൽ ഓടിയിട്ടോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ആദ്യം തന്നെ ട്രെയിൻ ചെയ്തെടുപ്പിച്ചാൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. നിച്ചുട്ടിക്ക് ഫുൾ ഉത്തരവാദിത്തം നിച്ചുട്ടിനെ ഏൽപ്പിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് യാമീനെ നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കാൻ. അമ്മി ഇഷ്ടായിന യമ്മി യമ്മി ഇഷ്ടായിന സൂപ്പർ. പെട്ടെന്ന് എന്തോ ഒരു ഗ്യാസ് കയറിയിട്ട് ഒരു അസ്വസ്ഥത പോലെ തോന്നി. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ അന്ന് തുണി കണ്ടത് അലക്കി കൊണ്ടിട്ടതാണ്. അപ്പോൾ ഏതായാലും കൈയോടെ അത് അവിടെ ഇരുന്നിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇനി യാമിക്കുട്ടീനെ കുളിപ്പിക്കാനുണ്ട് അത്രേ. യാമി വൈകുന്നേരമാണ് ഡീറ്റെയിൽഡ് കുളിക്കുക. രാവിലെ ഒരു ഓലം കുളിയേ കുളിക്കുള്ളൂ. നല്ലോണം വേർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് വൈകുന്നേരമാണ് ഫുള്ളായിട്ട് കുളിപ്പിക്കുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഹലോ, യാമി കുളിച്ച്. അയ്യോ കുപ്പായിച്ചോ ഒന്നും അഴിക്കില്ല, എല്ലാവരും കൂക്കുവാക്കും. അയ്യോ അഴിക്കില്ല, കൂക്കുവാക്കണേ. അത് നോക്കിയട്ടെ, നോക്കി അത് കൂക്കുവാക്ക് നോക്കിയട്ടെ. അയ്യേ അയ്യേ നമ്മള് കുപ്പായിട്ടെ കുപ്പായിട്ടെ. യാമിക്കുട്ടി കുളിച്ച് സുന്ദരി മണി അതിന് കളിക്കാൻ പോവാ. വാ നിക്ക് നിക്ക് വെക്ക് അമ്മ എടുക്കാൻ നിക്ക്. എണീക്ക്. അപ്പൊ യാമിക്കുട്ടിയുടെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ഒരു മുറ്റത്ത് ജോറ് കളിയാന്ന്. അച്ഛേ വിളി. ഏട്ടൻ അവിടെ മുന്നിലത്തെ നമ്മുടെ ഗപ്പി ടാങ്കിൻ്റെ ഇങ്ങനെ പായലൊക്കെ കളയുന്നുണ്ട്. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പായലൊക്കെ വൃത്തിയായിട്ട് കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഇതും നമ്മളെ ഇലയൊക്കെ വീണിട്ട് വൃത്തികേടായിട്ടുണ്ടാവും അല്ലേ, അതൊക്കെ ഇങ്ങനെ ഒഴുക്കി കളയാൻ വേണ്ടി പറ്റുമേ. അതിലൊരു നെറ്റ് വരുന്നത് കൊണ്ട് ഫിഷ് അതിൻ്റെ ഉള്ളിലേക്കൂടെ കയറി പോകില്ല. അതാണ് നെറ്റ്. നമ്മൾ കോരി കളയുമ്പോൾ ഫിഷൊക്കെ കയറി പോകുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കളയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ചേച്ചി അനിയത്തിയും അച്ഛനും എല്ലാവരും കൂടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേഗം അടിച്ചു വാരൽ പരിപാടിയെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരുടെ കളിപ്പാട്ട ഫുൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. ഇപ്പം മെയിൻ പണി അത് ഒതുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ്. എല്ലാം പെറുക്കി വെക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാം അതുപോലെ താഴെ എത്തുകയും ചെയ്യും. സ്പീഡ് പോന്നി മെല്ലെ പോറാ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അതുകൊണ്ടാണ് യാമിക്കുട്ടി ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് നടക്കുന്നത്. ഇപ്പം ചടപട ഓട്ടാണ് കേട്ടോ. ഒറ്റക്കന്നെ സ്പീഡിൽ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അമ്മമ്മേനോട് നീ പോയിക്കൂടെ മോളെ. ഓള് എടുക്കുമ്പോ കരിയുന്നുണ്ടാ. ഞോഞ്ഞു മതി. നമുക്ക് നാരങ്ങ പറിക്കാലോ. അല്ല മാതള നാരങ്ങ ആയോ ഇത് പച്ചക്കളറ്. ഇത് കൊണ്ട് എന്തുണ്ടാക്കും അമ്മമ്മയുടെ അടിപൊളി നാരങ്ങ കറി. അമ്മമ്മേന്റെ സ്പെഷ്യൽ നാരങ്ങ കറി. പിടിക്കാൻ കൊടുക്കോളെ. ആദ്യത്തെ നാരങ്ങ കറി ആയി മോളെ. ഇത് ആയി കുറച്ച് സൈസായി അല്ലേ ഇപ്പൊ. മണമുണ്ട് നല്ല. ഇതാ എന്റെ കയ്യിലൂടെ മണക്കുന്നു. അതെ പിടിച്ചിട്ട് നമ്മളെ സ്വന്തം അല്ലേ. നമ്മളെ സ്വന്തം. ആ സ്വന്തത്തിനൊരു പ്രത്യേകത ഇല്ലേ. അർജുന്റെ കല്യാണത്തിന് വന്ന നാരങ്ങ. ആ നിച്ചുട്ടിക്ക് മഴയത്ത് കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഒരു തൊപ്പിക്കൂടെ അന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് കുറച്ച് നേരം മഴയത്ത് കളിച്ചോട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ വലിയ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ചെറിയൊരു മഴയേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ കുറച്ച് നേരം കളിച്ചേ. അപ്പോഴേക്ക് യാമിക്കുട്ടിക്കാണെങ്കിൽ ഇറങ്ങണം കൂടെ. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടായിരുന്നു. വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇറക്കിയിട്ടില്ല കേട്ടോ. നിച്ചുട്ടിനെ വേഗം കയറ്റി. ഇനിയിപ്പോൾ എൻ്റെ നിച്ചുട്ടിൻ്റെ ഈ കുളി ടൈമാണ്. അപ്പോൾ നിച്ചുട്ടിനെ എണ്ണയൊക്കെ തേപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഹെവി ആയിട്ട് കുറച്ച് നല്ലോണം എണ്ണ തേപ്പിക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് തലോടി വിടും. ചില ദിവസം തേപ്പിക്കുകയില്ല. അങ്ങനെ ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മുടിക്ക് നല്ലോണം മസാജ് ചെയ്തിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മുടി വളർന്നിട്ടുണ്ട്. കുറച്ച് വെട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നിച്ചുട്ടി വിടുന്നില്ല. എനിക്ക് വലിയ മുടിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് മുറിക്കാൻ വിടുന്നേ ഇല്ല. എന്തെങ്കിലും സോപ്പ് ഇട്ടിട്ട് വേണം മുറിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കയ്യോടെ വേഗം പോയിട്ട് ഞാനും കുളിച്ചിട്ട് വന്നേ. മഴയൊക്കെ വരുന്നില്ലേ. അവിടെ നേരത്തോടെ കുളിച്ചിട്ട് വന്നു. യാമിക്കുട്ടിക്ക് വൈകുന്നേരം ഓരോ ഉറക്കുണ്ട്. ഒരു 5:30-6 മണിയെല്ലാം ആകുമ്പോൾ ഉറങ്ങും. അപ്പോൾ ആ സമയത്താണ് മിക്കവാറും ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. നിച്ചുട്ടി കുളി കഴിഞ്ഞിട്ട് നേരെ ഹോംവർക്ക് ചെയ്യാനിരിക്കും കേട്ടോ. ആ
സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ. വന്ന ഉടനെയൊക്കെ ചെയ്യാൻ കുറച്ച് മടിയാണ്. കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റഡി ടൈമാണെന്ന് പറഞ്ഞിട്ട് വേഗം ഹോംവർക്കെല്ലാം എടുത്ത് ചെയ്തോളൂ. ഇന്ന് അധികം ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. അതിപ്പോൾ ഒരു റുട്ടീനായി മാറിയിട്ട് ഞാൻ അടുത്ത് ഇരുന്നിട്ട് ശീലിപ്പിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഹോംവർക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരുന്നിട്ട് അങ്ങനെ എഴുതിക്കോളും. അപ്പോഴേക്കും അമ്മ കുറച്ച് മുത്താറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതും കുടിച്ച് അമ്മക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ അമ്മക്ക് ഉണ്ടാക്കിയാലും എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് അമ്മ കുറച്ച് മാത്രം കഴിക്കും. അതാണ് മെയിനായിട്ട് എല്ലാ ദിവസവും സംഭവിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ കുടിച്ചു. അപ്പോഴേക്ക് വിളക്ക് വെക്കേണ്ട സമയമായിട്ടുണ്ടായിനി. ഇപ്പോൾ ഒരു 6:30 6:45 വിളക്കൊക്കെ വെക്കുന്ന സമയമാവുക. അപ്പോൾ വേഗം കൈയോടെ വിളക്കൊക്കെ കത്തിച്ചു. അപ്പോഴേക്ക് യാമിക്കുട്ടി എണീക്കുകയും ചെയ്തു കേട്ടോ. കുറച്ച് നേരം ഉറങ്ങും. അഥവാ കുറച്ച് നേരം ലോങ് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ കുറേ വൈകുകയും ചെയ്യും. ചേച്ചി ഹോംവർക്ക് കഴിഞ്ഞാ? എന്താ ചെയ്യുന്നേ? കുരുത്തക്കേട് മുത്താറി പിടിക്കുവാ? അതിൻ്റെ ഇടയിൽ എന്നാ തിന്നുന്നേ? നമ്മൾ നേരത്തെ പറിച്ച് മാതള നാരങ്ങേൻ്റെ കഷ്ണം അല്ലേ? കള്ളിപ്പണ്ണി അതും തിന്നുവിടാം, കഴിക്കും. വാ, പഠിക്കാനുണ്ട്. നാളത്തെ ഡിറ്റേഷൻ വേർഡ് എന്താ? എലിഫന്റിന്റെ സ്പെല്ലിങ് പറ. ഗുഡ്. അത് എഴുതി കാണിച്ചു തരണേ നമുക്കിപ്പം കേട്ടാ. ഒരാൾ എത്തി നോക്ക്. ഉറങ്ങണ യെസ് ഓർണോ? നമ്മൾ നേരത്തെ പറിച്ച നാരങ്ങ ഉണ്ടല്ലോ, അമ്മ നാരങ്ങക്കറി ആക്കിയിട്ടാ. ഞാൻ കണ്ടിട്ടില്ല ആക്കുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാണേ. അപ്പം ഞാൻ കാണിച്ചു തരാം അതാക്കിയത്. ഇതാ നാരങ്ങക്കറി റെഡി ആവുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ വേവാനുണ്ട്. പിന്നെ ഇതിന് കടുകെല്ലാം വറുത്തിടണം അത്രേ. ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇതങ്ങനെ ഇല്ല കേട്ടോ. ഈ നാരങ്ങ അച്ചാർ ഇടലുണ്ട്, പക്ഷെ ഇങ്ങനെ നാരങ്ങ കറിയായിട്ട് അങ്ങനെ ആക്കലില്ല. ഇത് വെല്ലെല്ലാം ഒഴിച്ചിട്ടാണ് ആക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും ആക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് രാത്രിക്ക് കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട പണിയില്ലേ. ഉച്ചക്കത്തെ ഫുഡൊക്കെ കുറച്ചുണ്ട്. പിന്നെ കുറച്ച് ദോശ മാവുള്ളത് ദോശ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. ഇനി അത് കഴിക്കുക, കിടന്നുറങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ. രാത്രി മിക്കവാറും ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, ചേച്ചി അനിയത്തിയും കൂടിയിട്ട്. അപ്പോൾ യാമിക്കുട്ടി നമ്മുടെ അപ്പടി പോട് പാട്ടിന് അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.